നമ്മുടെ തൃശ്ശൂർക്കാരുടെ 5 സ്റ്റാർ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ ഒപ്പം കൂടെ കഴിക്കാൻ എന്ത് രസമായിരിക്കും എന്നറിയോ, എൻ്റെ പൊന്നോ കിടു. ഹായ് ഹലോ ഫ്രണ്ട്സ്, ട്രാവലിംഗ് ഷെഫിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് എബിൻ എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല അസൽ തൃശ്ശൂർക്കാരുടെ അട്ടിപ്പൊളി പാൽ കഴിഞ്ഞ മീൻ കറിയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ തൃശ്ശൂർക്കാരുടെ ഭാഷ പറഞ്ഞ സംഭവം ക്ലാസ് ആട്ടാ. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. കേരളത്തിൻ്റെ സ്വന്തം കോക്കനട്ട് ഓയിൽ. നമ്മുടെ കോക്കനട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്യണം. സവാള നല്ല സ്ലൈസ് ചെയ്ത് പറഞ്ഞ സവാളയും കുറച്ച് അങ്ങ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതായത് നമ്മൾ ഓയിൽ കിടന്നിട്ട് ഒന്ന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അധികം സോട്ടാവണ്ട. പിന്നെ അതിലേക്ക് ഇഞ്ചിയും ചുവന്ന ഉള്ളിയും ചതച്ചത് ആഡ് ചെയ്യണം. അതായത് ഒരു ചെറിയൊരു 2 ടേബിൾ സ്പൂൺ, 2-3 ടേബിൾ സ്പൂൺ ശരിക്കും നല്ല ഫ്ലേവർ തരും. ഇപ്പം നമുക്കൊരു ബിരിയാണിയുടെ ഒരു ഫ്ലേവർ വരും. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഫ്ലേവർ സംഭവം ഈ ഫ്ലേവർ അങ്ങ് മാറിയ ഒരു മീൻ കറിയുടെ ടേസ്റ്റ് ആവും. അവിടെയാണ് നമ്മുടെ ടിസ്റ്റ്. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല സ്ലൈസ് ചെയ്ത പച്ചമുളക്, 1/2 ചെയ്ത പച്ചമുളക്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യും. അപ്പോൾ വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ, എൻ്റെ പൊന്നെ വേഗം ഒന്ന് മീൻകറി ആയാൽ മതിയായിരുന്നു എന്ന് തോന്നും. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യണം. അതായത് ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ആഡ് ചെയ്തു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഓണിയനൊക്കെ ലൈറ്റായിട്ട് ഒന്ന് സോട്ടായാൽ മതി കേട്ടോ, ഒന്നും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് നമ്മൾ കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടി, പിന്നെ നമ്മൾ കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്തു. നമ്മൾ ചില്ലി പൗഡർ കാശ്മീരി ഒന്നുമല്ല, നോർമൽ. പിന്നെ കുറച്ച് ഉലുവയുടെ പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഉലുവ പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇനിയാണ് നന്നായിട്ടൊന്ന് അത്യാവശ്യം നന്നായിട്ട്, ഇപ്പോൾ ഒരു അധികം സോട്ടായി പോകണ്ട, ഒരു ലൈറ്റായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേറൊരു സംഭവം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയാണ് നമ്മൾ കുടംപുളി ആഡ് ചെയ്യാൻ പോകണം. കുടംപുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ വെള്ളം അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താണ്ടല്ലോ, നമ്മൾ ഈ മുളക് ചാറൊക്കെ വെക്കും, ഭയങ്കര റൂമിൽ വരെ ഭയങ്കര സ്മെല്ലായിരിക്കും. ആ മുളക് ചാറിൻ്റെ ഒരു സ്മെല്ല് കിട്ടും. ആ ഒരു ഫീല് നിങ്ങൾക്ക് വരും. എൻ്റെ പൊന്നോ, സംഭവം വേറെ ലെവലാണ്. ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു മീൻ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിച്ചാലോ എന്ന് എനിക്ക് തോന്നിയിട്ടോ. അത്രയും നന്നായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കണ്ടുകൊണ്ട് എന്നെ പുകഴ്ത്തുന്നതല്ല കേട്ടോ. നമ്മുടെ കുടംപുളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ 2-ാം പാൽ ഒഴിച്ച് കൊടുത്താലും നമ്മൾ കറി തിക്കാവത്തില്ല. പക്ഷെ നമ്മുടെ ഇനി 2-ാം പാൽ ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനുണ്ട്. മീൻ കറി ഇവിടെ വന്നിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ വേണ്ടി നമ്മൾ ഫയർ ഒന്ന് കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്ന് ഒന്ന് ചൂടായി വരട്ടെ. സമയം ഒന്ന് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഓമ്മേ പൊളിച്ചു. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ആഡ് ചെയ്യണം. ഫിഷ് ഒന്ന് കുക്ക് ചെയ്യണമല്ലോ. നമുക്ക് ആ മീനൊന്ന് ഇട്ട് കൊടുത്താലോ? ഏത് മീനാണെന്ന് ഞാൻ അപ്പം പറഞ്ഞുതരാം. സസ്പെൻസ്. നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഫിഷ് വേളൂരിയാണ്. ഈ ഫിഷിന് കുറച്ച് നിറയെ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു ഫിഷ് ആണെങ്കിലും നല്ല പ്രത്യേകതയുണ്ട്. ഭയങ്കര കാൽസ്യമുള്ള ഒരു മീനാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല മീനാണ്, നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ തിളച്ച് ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചതിലേക്ക് നമ്മൾ ഫിഷ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഫിഷ് അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ യൂസ് ചെയ്യണ്ട. കാരണം അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുത്തി ഉടഞ്ഞു പോകാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മൾ ഇളക്കരുത്. നമ്മൾ പാത്രം പിടിച്ച് അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഇനി ഫിഷ് ഒന്ന് കുക്കാവണം. അപ്പോൾ നമ്മുടെ കറി പതുക്കെ ഇങ്ങനെ തിളച്ച് വരാറായിട്ടുണ്ട് കേട്ടോ. നമ്മളിതിനൊരു 2 മിനിറ്റത്തോളം ആവുമ്പോഴേക്കും ഫിഷ് ആവും. അപ്പോൾ ഇതേ നമ്മുടെ ഫിഷ് കറി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ലാഡിലൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ പാത്രം തന്നെ ഒന്നിങ്ങനെ കറക്കി കൊടുക്കുക. ചട്ടിയാണെങ്കിൽ ഒന്ന് സൈഡിലൊക്കെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് ഫിഷ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് കാര്യമാണ് തനി നാടൻ ടേസ്റ്റി.
അത് ജസ്റ്റ് ഇങ്ങനെ ചൂട് ഒന്ന് ഊതിയിട്ട് കയ്യിലേക്ക് ഉള്ളം കയ്യിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ നാവുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ആഹാ പൊളി. അങ്ങനെയാണ് ശരിക്കും ടേസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ വല്ല എന്താ പറയുക സ്പൂണൊക്കെ എടുത്ത് ഭയങ്കര പെർഫെക്ഷനിൽ ടേസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ടേസ്റ്റ് ചെയ്യണം. ശരിക്കും ഇതിന് അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കറി അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി. കറിക്ക് ഒരു തിക്നെസ്സും ഒരു പ്രത്യേകതരം ഫ്ലേവറും വരും. അതാണ് നമ്മുടെ തൃശ്ശൂർ 5 സ്റ്റാർ മീൻ കറി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോട്ടയംകാരുടെ കേട്ടോ. പിന്നെ അങ്കമാലിക്കാരുടെ തക്കാളി ഇട്ട മീൻ കറി. അതിലിപ്പോൾ ഒരെണ്ണം പറയുമ്പോൾ അതിന് കുറേ പറയണമെന്ന് പറയില്ലോ. എല്ലാ മീൻ കറിയും എനിക്കിഷ്ടമാണ്. സംഭവം അടിപൊളിയാണ്. കേരളത്തിൻ്റെ മീൻ കറി എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ടോപ്പ് ലെവലിലുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി. നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുക്ക് ചെയ്യാനൊന്നുമില്ല, പക്ഷേ ചെയ്യാനായിട്ട് ഒരു ചെറിയ പരിപാടിയുണ്ട്. നമ്മളിങ്ങനെ ഗാർണിഷ് അതിലേക്ക് നമ്മൾ 1-2 വല്ലി കറി ലീവ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കാണുന്ന നമ്മുടെ കറി കാണുമ്പോൾ നമുക്ക് പിന്നെ അടിപൊളി. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. സംഭവം അടിപൊളിയാണേ. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിൽ എന്തിനാണല്ലോ സ്വാഗതം പറയണേ, മിസ്റ്റേക്ക് തെറ്റിപ്പോയി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗം കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ തന്നെ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും. ബൈ, സീ യു, ഹാവ് എ നൈസ് ഡേ ഗൈസ്.